ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സഹോദരികളായ പ്രിയ കുടുംബങ്ങൾക്ക് ഏവർക്കും സാദര നമസ്കാരം. അല്പം വൈകിയാണെങ്കിലും ഈ അന്നപൂർണേശ്വരിയുടെ തിരുസന്നിധി അല്പസമയം നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. അന്നപൂർണേശ്വരി പാർവതി ദേവി എന്ന ഉദാത്തമായ ഒരു സങ്കല്പമാണ്. ഒരു ദിവസം വൈകുന്നേരമായപ്പോ, സന്ധ്യയായപ്പോ പാർവതി ദേവി കൈലാസത്തിലേക്ക് മടങ്ങി വന്നു. ശിവൻ ചോദിച്ചു, ഭർത്താവായ പരമേശ്വരൻ ചോദിച്ചു, ഇന്നെല്ലാവർക്കും ഫുഡ് കൊടുത്തോ, ഭക്ഷണം കൊടുത്തോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു, പൂർണ്ണമായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ദിവസം ഭഗവാൻ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി മുമ്പിൽ പിടിച്ചിട്ട് ഒരു ചിരട്ടയുടെ ഉള്ളിൽ മൂടി വെച്ചു. പാർവതി ദേവി എന്നൊക്കെ ചോദിച്ചു, ഇന്നെല്ലാവർക്കും ഫുഡ് കൊടുത്തു എന്ന് ചോദിച്ചു. എല്ലാവർക്കും കൊടുക്കുന്നു. അപ്പോ ഒരു കള്ളച്ചിരിയോടുകൂടി ഭഗവാൻ ഈ ചിരട്ട ഇങ്ങോട്ട് മാറ്റി നോക്കുമ്പോ ഒരു അരിമണിയുമായിട്ട് മുമ്പ് പുറത്തേക്ക് ഇടിയാണ്. ഈ സമയത്ത് ഭഗവാൻ പാർവതി ദേവിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറഞ്ഞു, നീ ലോകത്തിന്റെ മാത്രം അമ്മയല്ല, എന്റേത് കൂടി അമ്മയാണ്. സമസ്ത ലോകത്തിന്റെയും വിശപ്പിനെ മാറ്റുന്ന ദേവിയായ ഭാവത്തിൽ അന്നപൂർണേശ്വരിയായി മാറും. അന്നത്തെ ബ്രഹ്മമായി കാണുന്നവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. നമ്മളോട് തിരക്കേണ്ടത് മറന്നുപോകും. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവേ, ബ്രഹ്മാഗ്നോ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിനം. ഈ മന്ത്രം ചൊല്ലിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ എന്ന് പറയുന്നത്. ഇത് ഈശ്വരനാണ്. നിങ്ങൾ സോമാലിയ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവിടുത്തെ കുഞ്ഞുങ്ങളുടെ കോലം കാണാം. അവർക്ക് ഭക്ഷണം കിട്ടുന്നത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ. എല്ലും തോലുമായി കിടക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങളെ നമുക്ക് സോമാലിയ, ഉഗാണ്ട എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളിൽ കാണാം. നമ്മുടെ നാട്ടിൽ നിന്ന് പട്ടിണിയില്ല. ദാരിദ്ര്യമുള്ളവരുണ്ട്, പക്ഷെ പട്ടിണിയില്ല. കാരണം ഒരു റേഷൻ കാർഡ് ദാരിദ്ര്യക്ക് താഴെ ഉണ്ടെങ്കിൽ 30 കിലോ അരിയുണ്ട്. രാജ്യത്തിന്റെ ഭരണകൂടം ഒരിക്കലും മനുഷ്യനെ പട്ടിണി കിടക്കാൻ അനുവദിക്കില്ല. ഈ റേഷൻ കാർഡും ഇല്ല, ID കാർഡും ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യം പട്ടിണി ആയേക്കാം. എന്നാൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും അന്നം ഇങ്ങനെ കാണുന്നു. ഒരിക്കൽ ടാറ്റ എന്ന് പറയുന്ന മഹാത്മാവ് അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞു. ജപ്പാനിൽ ചെന്നിട്ട് ഒരു ഹോട്ടലിൽ ചെന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ചു. കുറച്ച് വേസ്റ്റായി ഭക്ഷണം. നമ്മുടെ ഹോട്ടലിൽ കഴിച്ചാൽ എത്ര ഭക്ഷണം വേസ്റ്റ് ഉണ്ടാവും? ഒരു കല്യാണ വീട്ടിൽ വേസ്റ്റ് ആക്കുന്ന ഭക്ഷണം, ഒരു 1000 പേർക്ക് കഴിക്കേണ്ട ഭക്ഷണം കഴിച്ചാൽ ഒരു 200 പേർക്കുള്ള ഭക്ഷണം വേസ്റ്റായി. അപ്പൊ അല്പസ്വല്പം ഭക്ഷണം വേസ്റ്റ് ആയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ ടാറ്റയോട് ചൂടാവുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭക്ഷണം വേസ്റ്റ് ആക്കിയത്? അപ്പൊ ടാറ്റ ഞാൻ എന്റെ പൈസ കൊടുത്ത് കഴിച്ചല്ലേ, എനിക്ക് വേണ്ട കഴിച്ചു, വേണ്ട തവണ വെച്ചു. അതുകൊണ്ട് താങ്കൾക്ക് എന്താ? നിങ്ങൾ പൈസ കൊടുത്തിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ രാജ്യത്തിൻ്റെതാണ് ഈ ഭക്ഷണം. ഞങ്ങളുടെ രാജ്യത്തിലെ കർഷകന്മാർ പാടത്ത് പണിയെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന ഓരോ നെൽമണിയും ഗോതമ്പും. അവരുടെ വിയർപ്പും കഷ്ടപ്പാടും ഒക്കെ ചേർന്നിട്ട് അത് പുട്ടിന്റെ രൂപത്തിൽ, ദോശയുടെ ഇഡ്ഡലിന്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം കഴിക്കണം. ടാറ്റയ്ക്ക് വലിയൊരു പാഠമായിരുന്നു. പണത്തിൽ അദ്ദേഹം, പണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയ പൈസക്കാരനാണ്. ടാറ്റ, ബിർള, അംബാനി, അദാനി എന്നൊക്കെ പറഞ്ഞ വലിയ പൈസക്കാരനാണ്. ബാസ് എന്ന് പറഞ്ഞാൽ മതി, ഓപ്പറേറ്റർ വലിയ പൈസക്കാരനാണ്. അപ്പൊ അങ്ങനെ അന്നപൂർണേശ്വരി എന്നൊരു സങ്കല്പം, അന്നം ബ്രഹ്മമാണ്, അത് ഈശ്വരനാണ് എന്ന ഒരു സങ്കല്പമാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ സവിശേഷത. അങ്ങനെ അന്നപൂർണേശ്വരിയുടെ തിരുസന്നിധിയിലാണ് നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെങ്ങനെയാണ് ഹിന്ദുക്കളായ നമ്മൾ ഹിന്ദുവായത് എന്ന് നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. ഞാൻ ഹിന്ദുവായത് അച്ഛനും അമ്മയും ഹിന്ദുവായത് കൊണ്ടാണ്. അച്ഛനും അമ്മയും അമ്പലത്തിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും അമ്പലത്തിൽ പോയി. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇങ്ങനെയെല്ലാം ഹിന്ദുവായി. ക്ഷേത്രത്തിൽ പോയത് ഉത്സവത്തിന്റെ തലേ ദിവസമാണ്. ഭാഗവത സപ്താഹത്തിൽ ഉണ്ടാകുമ്പോ ഭാഗവതം കേൾക്കാൻ ഞാൻ പോയിട്ടില്ല, പക്ഷെ അന്നദാനത്തിന്റെ സമയത്ത് കൃത്യമായിട്ട് അമ്പലത്തിൽ എത്തിയിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഹിന്ദുവായത്. അതുകൊണ്ട് തന്നെ ഹിന്ദുവായതിൽ അഭിമാനിക്കാൻ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടായിരിക്കില്ല. സാമാന്യ ഹിന്ദുക്കൾക്ക് ഇപ്പോഴും മറുപടി ഇല്ല. ഞാൻ ഹിന്ദുവായതിൽ അഭിമാനിക്കാൻ എന്തുണ്ട്? 4 ടൈപ്പ് ഹിന്ദുക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്.
ഒന്നാമത്തെ ഹിന്ദു അഭിമാനിയായ ഹിന്ദുവാണ്. ഒരു ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയുള്ള ഹിന്ദു. എനിക്ക് 4 വേദങ്ങളുണ്ട്, 5 ഉപവേദങ്ങളുണ്ട്, 6 വേദാംഗങ്ങളുണ്ട്, 18 പുരാണങ്ങളുണ്ട്, 108 ഉപനിഷത്തുക്കളുണ്ട്, 64 കലകളും അർത്ഥശാസ്ത്രവും കാമശാസ്ത്രവും എനിക്കുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ ഹിന്ദുവാണ് ഒന്നാമത്തെ ഹിന്ദു. ഇത് കുറച്ചേ ഉള്ളൂ. ഇത് പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഹിന്ദുക്കളുടെ എണ്ണം ഇന്ന് കൂടി വരുന്നുണ്ട്. ഇപ്പോ ഒരു അമ്മമാർക്ക് നാരായണീയം വായിക്കുന്നുണ്ട്, ആനന്ദലഹരിയുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ ആളുകളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. അല്ലട കുറച്ച് ഹലോ ഒന്ന് ബാസ് ഒന്ന് കുറച്ചിട്ട് എനിക്ക് സൗണ്ട് ക്ലിയർ ആണോ? പുറത്ത് സൗണ്ട് ക്ലിയർ. ഇതൊന്ന് ക്ലിയർ ആക്കി. ഇതൊന്ന് ക്ലിയർ ആക്കി. ഇതാണ് ഒന്നാമത്തെ ഹിന്ദു, അഭിമാനബോധമുള്ള തിരിച്ചറിവുള്ള ഹിന്ദു. അതാണ് ഒന്നാമത്തെ ഹിന്ദു. അത് ഓപ്പറേറ്ററോട് പറയും. അതെ, എനിക്ക് ഇപ്പൊ വരും. അതിപ്പോ ക്ലിയർ ആയിട്ടില്ല. രണ്ടാമത്തെ ഹിന്ദു വിശ്വാസിയായ ഹിന്ദുവാണ്. വിശ്വാസം എന്താണ്? നമ്മളെല്ലാം വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസത്തിന് തെളിവുണ്ടോ? നമ്മുടെ കയ്യിൽ ദൈവമുണ്ട്. അന്നപൂർണേശ്വരിയെ മുമ്പ് നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ശിവനെയും വിഷ്ണുവിനെയും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളെങ്ങനെയാ വിശ്വാസികളായത്? വിശ്വാസം, ശാസ്ത്രം, യുക്തി, ഈ 3 കാര്യങ്ങളെയും ഹിന്ദുക്കൾ ഒരുപോലെ അംഗീകരിക്കും. എന്താണ് വിശ്വാസം? ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു എന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. നാളെ രാവിലെ എഴുന്നേൽക്കു എന്നത് വിശ്വാസം. കാരണം ഇന്നലെ രാത്രി നമുക്ക് ഉറങ്ങാൻ കിടന്ന 60,000 ആളുകൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടില്ല. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു സൈലന്റ് അറ്റാക്കിൽ മറ്റു രോഗങ്ങൾ കൊണ്ട് ലോകത്തിൽ 60,000 ആളുകൾ ഡെയിലി ഈ കിടക്കപ്പായയിൽ മരിച്ചു പോകും. അപ്പൊ അവരും ഇന്ന് രാവിലെ എഴുന്നേൽക്കാമെന്ന വിശ്വാസത്തിലാണ് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. വിശ്വാസം. ബസ്സിൽ കയറിയാൽ നമ്മൾ സ്വൈരമായി കിടന്നുറങ്ങുന്നു. ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ആരും ചോദിക്കാറുണ്ടോ? വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങുന്നു. വിമാനം ലാൻഡ് ചെയ്താൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെ അമേരിക്കയിൽ കുറച്ച് ആളുകൾ വിമാനത്തിൽ കയറി കുറെ വർഷം മുമ്പ്. നല്ല പൈലറ്റ് വിമാനം ഓടിക്കുന്നു എന്ന് കരുതിയിട്ടാണ് അവർ കയറിയത്. പക്ഷെ വിമാനം ഓടിച്ചത് ഭീകരന്മാരായിരുന്നു. അവർ വേൾഡ് ട്രേഡ് സെന്ററിന്റെ 80ാമത്തെ നിലയ്ക്ക് വിമാനം കൊണ്ടിട്ട് ഇടിച്ചു. അറിയില്ലേ? അമേരിക്കയെ നടുക്കിയ ഭീകരാക്രമണം. 4 വിമാനം ഒരേ സമയം തട്ടിക്കൊണ്ടുപോയി. 4 വിമാനത്തിലും എല്ലാം ചേർന്ന് ഏകദേശം 1000-ഓളം ആളുകളുണ്ടായിരുന്നു. ഈ 1000 ആളുകളുടെയും വിശ്വാസം, ഞാൻ വിമാനത്തിൽ കയറി തൊട്ടടുത്ത ഇത്ര മണിക്കൂറോട് ഇന്നേ സ്ഥലത്ത് ഇറങ്ങുന്നു എന്ന് വീട്ടിലെ ആളുകളെ, ഭാര്യയെ, അമ്മയും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് വിമാനത്തിൽ കയറിയത്. പക്ഷെ അവരാരും തിരിച്ചു വീട്ടിലെത്തിയില്ല. കാരണം വിശ്വാസമായതിൽ. എന്താണ് വിശ്വാസം? വിശ്വാസമില്ലാതെ ഒരു നിമിഷം നമുക്ക് ആർക്കും ജീവിക്കാൻ കഴിയില്ല. വിശ്വാസങ്ങൾ 3 തരത്തിലാണ്. ഒന്ന്, അന്ധവിശ്വാസമുണ്ട്. അന്ധവിശ്വാസം, അന്ധമായ വിശ്വാസം. എന്താണ്? വിശ്വാസങ്ങളെല്ലാം അന്ധാണ്. നമ്മുടെ കയ്യിൽ തെളിവില്ല. ഒരു വിശ്വാസത്തിനും നമ്മുടെ കയ്യിൽ തെളിവില്ല. ദൈവമുണ്ട് എന്നൊരാൾ പറയുന്നു. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവമുണ്ട് എന്നൊരു തെളിവൊന്നുമില്ല. മറ്റൊരാൾ പറയുന്നത് ദൈവമില്ല എന്ന്. ദൈവമില്ല എന്ന് പറയാനും അയാളുടെ കയ്യിൽ തെളിവില്ല. ദൈവമുണ്ടെന്ന് പറയാനും ദൈവമില്ലെന്ന് പറയുവാനും സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഇത് ഹിന്ദുവിലും മാത്രമേ. സ്വർഗമില്ല എന്ന് പറയുന്ന മുസൽമാനെ പിന്നെ പള്ളി കയറില്ല. നരകമില്ല എന്ന് പറയുന്ന ക്രിസ്ത്യാനിക്ക് അവര് കുഴിച്ചിട്ടുള്ള കുഴി പോലും തെമ്മാടി കുഴിയാണ്. അയാളെ വെറുതെ വെച്ചിട്ടില്ല. പക്ഷെ ഈശ്വര വിശ്വാസിയായ വാൽമീകിയും ഈശ്വര നിഷേധിയായ ചാർവാകനും ഹിന്ദുവിനും ആവശ്യം. അതായത് വിശ്വാസമുള്ളവരെയും വിശ്വാസമില്ലാത്തവരെയും, ദൈവമുണ്ട് എന്ന് പറഞ്ഞവരെയും ദൈവമില്ല എന്ന് പറഞ്ഞവരെയും ഒരുപോലെ അംഗീകരിക്കുവാൻ കഴിയുന്നവരാണ് നമ്മുടെ ഈ ഹിന്ദുക്കൾ. ഇതാണ് ഹിന്ദുധർമ്മത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷത. അതുകൊണ്ട് ഇന്ന് ക്ഷേത്രങ്ങളിൽ ഭക്തന്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഏത് ക്ഷേത്രത്തിൽ നിന്നാലും ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു പോകും. ഈ വിശ്വാസിയായ ഹിന്ദുവിൽ വിജ്ഞാനം കയറണം. എന്താണ് ക്ഷേത്രം? എന്തിനാണ് ക്ഷേത്രം? ഹിന്ദുക്കൾ കല്ലിനെ ഒന്നിനെ ആരാധിക്കുന്നവരാണെന്ന് പറഞ്ഞാലല്ല, നമ്മൾ വിഗ്രഹാരാധകരാണ്. എന്താണ് വിഗ്രഹം? ഞങ്ങളെല്ലാം ഏകദൈവത്തിന്റെ ആളുകളാണ്, നിങ്ങൾ ബഹുദൈവത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്നവരുണ്ട് അല്ലേ? പെന്തക്കോസ്റ്റ് പാതിരികൾ
നിങ്ങളുടെ എല്ലാ വീടുകളിൽ കയറുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ തിരുവിതാംകൂർ ഭാഗത്ത് വളരെ പ്രബല. അവര് ഹിന്ദു വീടുകളിൽ മാത്രമേ കയറുള്ളൂ. മുസ്ലിം വീട്ടിൽ കയറില്ല, കത്തോലിക്കരായ ക്രിസ്ത്യാനികളുടെ വീട്ടിലും കയറില്ല. അവര് ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് ചില നമ്മുടെ ഹിന്ദു കോളനികളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പറയുന്ന പ്രധാനപ്പെട്ട വാദം, നിങ്ങളുടെ ദൈവങ്ങളെല്ലാം കല്ലുകളാണ്, നിങ്ങൾക്ക് ഏകമാകുന്ന ഒരു ദൈവമില്ല, നിങ്ങളുടെ ദൈവം ബഹുദൈവങ്ങളാണ്, ഒത്തിരി ദൈവം, കല്ല് കല്ല് കാഞ്ഞിൽ കുറ്റി, മുള്ളു മുള്ളു മൂർഖൻ പാമ്പ്, ഇതെല്ലാം ഹിന്ദുക്കളുടെ ദൈവങ്ങളാണ്. നമുക്കങ്ങനെ പല ദൈവങ്ങളുണ്ട്. നിങ്ങൾക്ക് കുരങ്ങ് ദൈവമാണ് ഹനുമാൻ, അങ്ങനെയാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് എലി ദൈവമാണ്, എലി നമ്മുടെ ഗണപതിയുടെ വാഹനം എലിയാണ്. ഇങ്ങനെ നിങ്ങളുടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ വിചിത്ര രൂപങ്ങളാണ്. മനുഷ്യന്റെ ശരീരം, ആനയുടെ മുഖം, ഇതൊക്കെയുള്ള ഗണപതി, 4 കൈയുള്ള മഹാവിഷ്ണു, 10 കൈയുള്ള ദുർഗ. ഇങ്ങനെ ദൈവം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പല രൂപങ്ങളിലാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ഇങ്ങനെയുള്ള പല വിമർശനങ്ങളാണ് നമ്മുടെ ദൈവങ്ങളെ. വലിയ കൺഫ്യൂഷൻ ആകുന്ന ഹിന്ദുവാണ് രണ്ടാമത്തെ വിശ്വാസിയായ ഹിന്ദു. ഇവരാണ് മതപരിവർത്തനം ചെയ്യപ്പെടുന്നത്. ഇവർ എളുപ്പത്തിൽ ഇവർ വിശ്വാസികളാണ്. അവർക്ക് വിശ്വാസമുണ്ട്, ദൈവം എന്ന വിശ്വാസമുണ്ട്. പക്ഷെ ആ ദൈവവിശ്വാസിയായ അറിവില്ലാത്ത ഹിന്ദുവിനെ എളുപ്പത്തിൽ മതപരിവർത്തനം ചെയ്യാൻ കഴിയും. ഇതാണ് രണ്ടാമത്തെ ഹിന്ദു. ഈ രണ്ടാമത്തെ ഹിന്ദുവാണ് നമ്മുടെ സമാജത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു മുദ്രാവാക്യം ഇതായിരുന്നു, അമ്പലം എന്നത് ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ. അമ്പലം ചുമരാണ്, വിഗ്രഹം കല്ലാണ്. ഹിന്ദുക്കൾ എന്ത് ചെയ്തു? അമ്പലങ്ങൾ ഉപേക്ഷിച്ചു. അമ്പലങ്ങൾ മൊത്തം കാട് കയറി. ഞാൻ കുറച്ച് 6 മാസം മുമ്പ് കോട്ടയത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അവിടെ 10-30 പേരെ ആദരിക്കും. ഒരു 80 വയസ്സ് 70 വയസ്സുള്ള ആളുകളെ ആദരിക്കും. അതിനൊന്നും സ്ത്രീകളുണ്ട്. അപ്പൊ ഞാനും കുറെ ആളെ ആദരിച്ചു. അപ്പൊ എന്താ ഇത് ആദരിക്കണം എന്നുള്ളത് പിന്നെ അവർ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്കാണ് മനസ്സിലായത്. ഈ മഹാദേവ ക്ഷേത്രം, അത് മഹാദേവ ക്ഷേത്രം. ആ മഹാദേവ ക്ഷേത്രം കാട് പിടിച്ച് കിടന്ന് മുടുങ്ങി പോയൊരു അമ്പലം. 40 കൊല്ലം മുമ്പ് അന്നത്തെ അമ്പലം ചുവരാണ്, വിഗ്രഹം കല്ലാണെന്ന മുദ്രാവാക്യം കേട്ടപ്പോ അമ്പലത്തെ ഉപേക്ഷിച്ച് കാട് കയറി മുടിഞ്ഞുപോയ ഈ അമ്പല പറമ്പിലേക്ക് അന്ന് കയറി ചെന്ന ചെറുപ്പക്കാരാണ് ഇവർ. പിന്നെ 70 വയസ്സാണ്. അന്ന് അവർ കാട് ചെത്തി വൃത്തിയാക്കി മഹാദേവനെ പുറത്തെടുത്തപ്പോ വലിയൊരു മഹാദേവനാണ്. പക്ഷെ മഹാദേവൻ കാട്ടിന്റെ ഉള്ളിൽ അനാഥനായിട്ട് കിടക്കുകയായിരുന്നു. അന്ന് മഹാദേവനെ പുറത്തെടുത്ത് മഹാദേവനെ കുളിപ്പിച്ച് തൽക്കാലം ഒരു ഷെഡിന്റെ ഉള്ളിലാക്കി പിന്നീട് ബാലാലയ പ്രതിഷ്ഠ ഉണ്ടാക്കി. ഇന്നൊരു മഹാക്ഷേത്രമാണ്, അതിഗംഭീരമായ ക്ഷേത്രം. അന്ന് അതിന് മുൻകൈ എടുത്ത ചെറുപ്പക്കാരാണ് ഇന്ന് ആദരിക്കപ്പെട്ടത്. അവർ ഇന്ന് പ്രായമുള്ള ആളുകളാണ്. അപ്പൊ എങ്ങനെയാണ് അമ്പലം കല്ലായത്, വിഗ്രഹം ചുമരായത്? അതായത് MD വാസുദേവൻ നായർ, ഞങ്ങളുടെ കോഴിക്കോട്ടുകാരൻ, മലയാള ഭാഷയ്ക്ക് വലിയ സംഭാവന നൽകിയ ആളാണ്. അദ്ദേഹം അന്ന് ഒരു സിനിമ ഇറക്കി 1960-70 കാലഘട്ടത്തിൽ. നിർമാല്യം എന്നാണ് ആ സിനിമയുടെ പേര്. അതിലെ കേന്ദ്ര കഥാപാത്രം ഒരു വെളിച്ചപ്പാടാണ്. വെളിച്ചപ്പാട് എല്ലാ ദിവസവും ദൈവത്തോട് തന്റെ പ്രശ്നങ്ങളിൽ ഇങ്ങനെ പറയണം. പക്ഷെ പ്രശ്നത്തിന് മാത്രം ഒരു പരിഹാരമില്ല. ഒടുവിൽ സഹികെട്ട് ഈ സിനിമയുടെ അവസാന ഭാഗത്ത് വെളിച്ചപ്പാട് ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കയറി ഭഗവതിയുടെ മുഖത്തേക്ക് കാറി അങ്ങോട്ട് തുപ്പി എന്നിട്ട് ഇറങ്ങി പോവുകയാണ്. അതോടുകൂടി സിനിമ അവസാനിച്ചു. അപ്പൊ MD വാസുദേവൻ നായർ ഹിന്ദുക്കളോട് പഠിപ്പിച്ചു കൊടുത്തൊരു പാടിലാണ്, ഹിന്ദുവിന്റെ ദൈവം കല്ലുകളാണ്, നിങ്ങളുടെ ഒരു പ്രശ്നവും ഈ ദൈവത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നിലും പരിഹാരം ഉണ്ടാവില്ല. ഇത് കേട്ടപ്പോ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വിശ്വാസം ഉപേക്ഷിക്കും. പക്ഷെ മരിക്കുന്നതിന് 10 കൊല്ലം മുമ്പ് MD വാസുദേവൻ നായർ ഗുരുവായൂർ തന്നെ, അദ്ദേഹം വലിയ ഭക്തനും ഗുരുവായൂർ. പക്ഷെ ഈ പ്രായാകുന്ന സമയത്ത് വരുന്ന ഭക്തി കൊണ്ട് വലിയ പ്രയോജനമില്ല. അപ്പൊ നമ്മുടെ മുൻ മന്ത്രി G. സുധാകരൻ അത് ഹിന്ദുവിന് എന്തൊക്കെ പണി കൊടുക്കാൻ പറ്റുമോ, സന്യാസിമാരുടെ ആസനത്തിൽ കുന്തം കുത്തിക്കാനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നെട്ടുവേദന, ഊരവേദന, കാലുവേദന, നടുവേദന വരുന്ന